എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് PM കിസാൻ നിധിയുടെ 2000 രൂപ ആനുകൂല്യം ലഭിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. 60 വയസ്സിന് ശേഷം ഒരു നിശ്ചിത തുക നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ച് 3000 രൂപ വീതം നമുക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്ന ഒരു പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുമല്ലെങ്കിൽ നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ 3000 രൂപ വീതം പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 60 വയസ്സ് മുതൽ ലഭിക്കുന്നതിന് ആണ് 3000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ടി വരുന്ന രേഖകൾ നോക്കുമ്പോൾ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ, നോമിനിയുടെ മറ്റ് വിവരങ്ങൾ ആവശ്യമാണ്. കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 3000 രൂപ വീതം പെൻഷൻ നൽകുന്നതാണ്. ഇതൊരു പങ്കാളിത്ത പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അംശാദായം ഈ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ അംശാദായം അടയ്ക്കേണ്ടത് ആവശ്യമാണ്. പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നത് 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ്. 18 വയസ്സിൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 18-ാം വയസ്സിലൊക്കെ ആളുകൾ ഇതിലേക്ക് ചേരണമെന്നില്ല. ഇനി അതുമല്ലെങ്കിൽ 20 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സിനോ ശേഷമോ ആയിരിക്കും ആളുകൾ ഈ പദ്ധതിയിലേക്ക് ചേരുന്നത്. അങ്ങനെ 40 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 55 രൂപ മുതൽ 200 രൂപ വരെയുള്ള ചെറിയൊരു അടവാണ് ഇതിൽ പ്രതിമാസ അടവായിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 18-ാം വയസ്സിൽ ചേരുന്ന ഒരാളാണ് എങ്കിൽ 55 രൂപ വീതമാണ് ഇതിൽ അടയ്ക്കേണ്ടത്. ഇതിന് തുല്യമായിട്ടുള്ള 55 രൂപ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുന്നതാണ്. ഇനി 29-ാം വയസ്സിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് 100 രൂപയായിരിക്കും പ്രതിമാസ അടവായിട്ട് വരുന്നത്. ഇതിന് തുല്യമായിട്ടുള്ള അടവ് നമുക്ക് ഇതേ തുല്യമായിട്ടുള്ള 100 രൂപ കേന്ദ്ര സർക്കാരും അടയ്ക്കുന്നതാണ്. ഇനി ഏറ്റവും ഒടുവിൽ 40-ാം വയസ്സിലെത്തിയാണ് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് 200 രൂപ വീതം മാസവും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുന്നതാണ്. 60-ാം വയസ്സിൽ എത്തുന്നത് വരെയാണ് നമുക്കിതിലേക്ക് അടവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. 60 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ മാസവും 3000 രൂപ വെച്ച് തിരികെ ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ പെൻഷൻ രീതി ക്രമീകരിച്ചിട്ടുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കൂടിയാണിത്. ഭാവിയിൽ ഇത് വലിയൊരു സ്കീമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒക്കെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയൊക്കെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പലർക്കും ഈ ആനുകൂല്യം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിയിൽ ചേരുകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് തടസ്സങ്ങളില്ലാതെ വാർദ്ധക്യകാലത്ത് ഒരു വലിയ സഹായമായിട്ട് മാറുന്നതാണ്. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ 3000 രൂപ വച്ച് നമുക്ക് മാസം തോറും ലഭിക്കുന്നതാണ്. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം പേർക്ക് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്കെല്ലാം ലഭിക്കുകയും ചെയ്യുന്നതാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ അംഗങ്ങളാവാൻ സാധിക്കുകയുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ PF പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. നമുക്കിതിലേക്ക് CSE പോലുള്ള ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയും അക്ഷയ സെൻറ്റർ വഴി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.